പറയുന്നത് ഒരു കഥയാണ്. പെരിയ പുരാണം എന്ന കാവ്യത്തിൽ നിന്ന് ഒരു കഥ. ഭക്തി എന്ന ഭാവത്തിന് മനുഷ്യനിർമ്മിതമായ ജാതിവർഗ ഭേദങ്ങൾ ഒന്നും തന്നെയില്ല എന്ന് ബോധ്യപ്പെടുത്തുന്ന കഥ. തികഞ്ഞ ശിവഭക്തനായ നന്ദന തൻ്റെ പരിമിതികളിൽ നിന്നുകൊണ്ട് ഭഗവാനെ സേവിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ചിദംബരത്തെ ശിവലോകനാഥ സ്വാമിയെ ഒരു നോക്ക് കാണാൻ അദ്ദേഹം ആഗ്രഹിച്ചു. അനവധി പ്രതിസന്ധികൾ തരണം ചെയ്ത് ഒടുവിൽ ആ കോവിൽപ്പടിയിൽ എത്തിയെങ്കിലും അവിടെ കാലുകുത്താൻ ആ പാവം ഭയപ്പെട്ടു. തൻ്റെ ഇഷ്ടദേവനായ നടരാജനെ ഒരു നോക്ക് കാണാൻ കഴിയുമോ എന്ന് ചിന്തിച്ച് നന്ദന പലതവണ ആ പട്ടണം ചുറ്റി നടന്നു. ഒടുവിൽ ക്ഷീണിതനായി ഉറങ്ങി. നിഷ്കളങ്കമായ നന്ദന തൻ്റെ ആഗ്രഹം എന്ന് സാധിച്ചു തരുമെന്ന് ഭഗവാനോട് ചോദിക്കുകയാണ് ഈ പദത്തിലൂടെ. കഥയ്ക്കൊടുവിൽ ദിവ്യകൽപ്പന പ്രകാരം 3000 ദീക്ഷിതർക്കൊപ്പം നന്ദന ചിദംബരത്തിന്റെ ഗർഭഗൃഹത്തിലെത്തി ഭഗവാനെ കാണുകയും ചിദംബരനാഥനിലേക്ക് ലയിക്കുകയും ചെയ്യുന്നു. ഇന്നും ശിവഭക്തന്മാരായ 63 നായന്മാരിൽ 18ാമനായി നന്ദനാരെ കരുതുന്നു.